അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, നാം ഇന്ന് ഒരു പുതിയ സൂറ പഠിക്കാൻ പോവാണ്. സൂറത്ത് ഖുറൈശ്. വിശുദ്ധ ഖുർആനിലെ 106-ാമത്തെ സൂറയാണ് സൂറത്ത് ഖുറൈശ്. ഈ സൂറയിൽ ആകെ 4 ആയത്തുകൾ മാത്രമേ ഉള്ളൂ. 4 ആയത്തുള്ള ഒരു സൂറ നേരത്തെ നാം പഠിച്ചിട്ടുണ്ട്. ഏത് സൂറയാണ്? ഓർക്കുന്നുണ്ടാവും. സൂറത്തുൽ ഇഖ്ലാസ് 4 ആയത്താണ്. ഖുർആനിൽ ആകെ 4 ആയത്തുകളുള്ള 2 സൂറകളേ ഉള്ളൂ. അതിലൊന്ന് സൂറത്തുൽ ഇഖ്ലാസ് ആണ്, രണ്ടാമത്തേത് സൂറത്ത് ഖുറൈശാണ്. സൂറത്ത് ഖുറൈശ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ്, മക്കിയ. എന്നാൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ മദനിയാണ് എന്നുമുണ്ട്. ഈ സൂറ മക്കിയാണ് എന്ന് സമർത്ഥിക്കുന്നവരുടെ ഒരു പ്രധാന ന്യായം, ഈ സൂറയിൽ ഹാദൽ ബൈത്ത് എന്നൊരു വാചകമുണ്ട്. ഈ ഭവനം എന്ന്. ഈ ഭവനം എന്ന് ചൂണ്ടിപ്പറയുന്നത് ഏത് ഭവനത്തെ കുറിച്ചാണ്? കഅബാലയത്തെ കുറിച്ചാണ്. ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ ഭവനത്തിന്റെ നാഥന് അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറയാൻ. അപ്പൊ അതിനാൽ ഈ സൂറ മക്കയിൽ തന്നെയാണ് അവതരിച്ചത് എന്ന് ആ കാഴ്ചപ്പാടുള്ള ഖുർആനി വ്യാഖ്യാതാക്കൾ സമർത്ഥിക്കുന്നു. എന്നാൽ മദനിയാണ് എന്ന അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഈ സൂറ ഖുറൈശികളുമായി ബന്ധപ്പെട്ടതാണ്. ഖുറൈശികൾ മക്കയിലാണ് എന്നതുകൊണ്ട് മക്കി സൂറയാണ് എന്ന് തന്നെയാണ് കൂടുതൽ ശക്തമായ അഭിപ്രായം. ഈ സൂറയ്ക്ക് മുമ്പുള്ള സൂറ, ഇനി നാം പഠിക്കാൻ പോകുന്ന അടുത്ത സൂറ സൂറത്തുൽ ഫീലാണ്. ഈ 2 സൂറകളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. എന്താ? ഈ 2 സൂറയിലെയും മുഖ്യ വിഷയം കഅബാലയമാണ് എന്നതുകൊണ്ടാണ്. കഅബാലയം തകർക്കാൻ വന്ന അബ്രഹത്തിനെയും ആനപ്പടയെയും അല്ലാഹു തആല നശിപ്പിച്ചതിനെ കുറിച്ചാണ്. ആ അനുസ്മരണമാണ്, ആ താക്കീതാണ് സൂറത്തുൽ ഫീൽ. സൂറത്തു ഖുറൈശ് ആവട്ടെ ആ കഅബാലയത്തിന്റെ നാഥന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് ഖുറൈശികളെ ഉണർത്തുകയാണ്. മഹാനായ ഇമാം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ അഗ്രഗണ്യനാണ്, നമുക്കറിയാം. ആ സ്വഹാബി വര്യൻ തന്റെ ഖുർആനിൽ, അദ്ദേഹം ക്രോഡീകരിച്ച ഖുർആനില് ഈ 2 സൂറകളെ ബിസ്മി കൊണ്ട് വേർപെടുത്താതെ ഒന്നിച്ചാണത്രേ ചേർത്തിരിക്കുന്നത്. സൂറത്ത് ഖുറൈശ്, അതിന് തൊട്ട് മുമ്പായിട്ട് സൂറ അൽ ഫീൽ, രണ്ടും ബിസ്മി കൊണ്ട് വേർതിരിച്ചിട്ടില്ല. അത്രമാത്രം ആത്മബന്ധമുള്ള, ആശയബന്ധമുള്ള സൂറകളാണ് ഇവ എന്നതെന്ന് മനസ്സിലാക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നമസ്കാരത്തിൽ ഈ 2 സൂറകളെ ഒന്നിച്ച് ബിസ്മി കൊണ്ട് വേർതിരിക്കാതെ ഒരു റക്അത്തിൽ തന്നെ പാരായണം ചെയ്തു. അതും ഈ 2 സൂറകളുടെ സാമ്യതയെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ പിന്നീട് നമുക്ക് ലഭിച്ച, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള റസ്മുൽ ഉസ്മാനി ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആനിൽ പൊതുവെ ബിസ്മി കൊണ്ട് ഈ 2 സൂറകളും വേർതിരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. രണ്ടിന്റെയും ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ വാചക ഘടനയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെയും തീർച്ചയായും 2 സൂറകളാണ് എന്നത് തന്നെയായിരിക്കും ഉത്തമമായ നിഗമനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പൊ സൂറത്തു ഖുറൈശ് ക്രമ നമ്പർ 106, ആയത്തുകൾ 4. ഈ സൂറ മക്കി സൂറയാണ് എന്ന് പൊതുവെ ഗണിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ സൂറയുടെ നാമവുമായി ബന്ധപ്പെട്ടാണ്. ഈ സൂറയുടെ പേര് സൂറത്തു ഖുറൈശ്, ഖുറൈശ് എന്ന പേരുള്ള സൂറ എന്നാണ്. നമ്മൾ ഇതുവരെ പഠിച്ച സൂറകളുടെയൊക്കെ പേരിന്റെ കൂടെ ഒരു അലിഫ്ലാം ചേർന്ന് വന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അൽ ഫാത്തിഹ, അൻ നാസ്, അൽ ഫലഖ്, അൽ ഇഖ്ലാസ്, അൽ ലഹബ്, അൻ നസ്ർ, അൽ കാഫിറൂൻ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സൂറകൾ. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് ഈ സൂറയ്ക്ക് അലിഫ്ലാം ഇല്ല. സൂറത്തു ഖുറൈശ്, സൂറത്തുൽ ഖുറൈശ് എന്ന് പറയുന്നില്ല. എന്താ അതിന്റെ കാരണം? നേരത്തെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ അലിഫ്ലാം
എന്ന ഈ രണ്ട് അക്ഷരങ്ങൾ ഒന്നിനെ പ്രത്യേകമാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ ദി ഉപയോഗിക്കുന്നത് പോലെ, THE ഉപയോഗിക്കുന്ന പോലെ അറബി ഭാഷയിൽ അലിഫ് ലാം ഉപയോഗിക്കും ഒന്നിനെ പ്രത്യേകമാക്കാൻ. കിതാബ് പുസ്തകം, അൽ കിതാബ് ആ പുസ്തകം അല്ലെങ്കിൽ ഒരു പ്രത്യേക പുസ്തകം, ഇങ്ങനെ സൂചിപ്പിക്കാനാണ്. പൊതുവായ നാമങ്ങളുണ്ട്, പ്രത്യേകമായിട്ട് പറയുന്ന നാമങ്ങളുണ്ടല്ലോ. മനുഷ്യൻ അതൊരു പൊതുവായ നാമമാണ്. എന്നാൽ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പ്രത്യേക നാമമാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇൻസാൻ, അൽ ഇൻസാൻ നമുക്ക് ചേർത്ത് പറയാം മനുഷ്യൻ എന്ന വർഗത്തെ കുറിച്ച്. എന്നാൽ മുഹമ്മദ് എന്ന് പറയുമ്പോഴോ അത് പ്രത്യേകമായി സൂചിപ്പിക്കപ്പെടുന്ന ഒരാളാണ് എന്നതുകൊണ്ട് അവിടെ അലിഫ് ലാം ആവശ്യമില്ല. അൽ മുഹമ്മദ് എന്ന് പറയില്ല, മുഹമ്മദ് എന്ന് മാത്രമേ പറയുള്ളൂ. അതേപോലെ ഗോത്രത്തിന് അറബിയിൽ ഖബീല എന്ന് പറയും പൊതുവെ. അപ്പോ അൽ ഖബീല ഒരു പ്രത്യേക ഗോത്രം എന്ന ഉദ്ദേശത്തിൽ ആ ഖബീല എന്ന് പറയാൻ വേണ്ടിയിട്ട് അലിഫ് ലാം ചേർക്കാം. എന്നാൽ ഇവിടെ ഒരു ഗോത്രത്തിന്റെ പ്രത്യേകമായുള്ള നാമത്തെയാണ് സൂചിപ്പിക്കുന്നത് ഖുറൈശ് എന്ന വാക്കുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ അലിഫ് ലാം അവിടെ ചേർക്കേണ്ടതില്ല. ഖുർആനില് ഒരുപാട് പ്രവാചകന്മാരുടെ നാമങ്ങൾ സൂറത്തുകളുടെ പേരുകളായിട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഇബ്രാഹിം, സൂറത്തു യൂനുസ്, സൂറത്തു യൂസുഫ്, സൂറത്തു നൂഹ്. ഇവിടെയൊന്നും അലിഫ് ലാം ഇല്ല. അപ്പൊ അതേപോലെയാണ് ഖുറൈശ് എന്ന നാമത്തിൽ അലിഫ് ലാം ചേർക്കാതിരുന്നത് എന്നുകൂടി ഇതോടൊപ്പം മനസ്സിലാക്കാം. ആരാണ് ഖുറൈശ്? എന്താണ് ഖുറൈശ്? ഖുറൈശ് എന്ന് പറഞ്ഞാൽ അറേബ്യയിലെ ചിരപുരാതനമായ വളരെ പ്രബലവും പ്രസിദ്ധവുമായ ഒരു ഗോത്രത്തിന്റെ പേരാകുന്നു ഖുറൈശ്. അറേബ്യയിൽ അവരിങ്ങനെ ചിതറിക്കിടക്കുകയായിരുന്നു അത്രേ, പലയിടങ്ങളിലായിട്ട്. എന്നാൽ അവരെ പിന്നീട് അവരുടെ ഒരു പിതാമഹൻ, ഖുസയ്യ് എന്ന പിതാമഹൻ, അവരെ ഒരിടത്ത് ഒരുമിച്ച് കൂട്ടി. അദ്ദേഹം ഖുറൈശികളുടെ സംഘാടകൻ അഥവാ മുജമ്യ ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. വളരെ പ്രബലനായിരുന്നു, ഒരു നേതൃപാഠവുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരുടെ പേരുകൾ നാം എണ്ണി പറയാറുണ്ടല്ലോ. അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, കിലാബ്, കഅബ്, മുർറ, ലുഗൈ, ഇങ്ങനെ എണ്ണി പറയും. 20 നാമങ്ങൾ പൊതുവെ പറയാറുണ്ട്. അപ്പൊ ഈ ഗണത്തിൽ പെടുന്ന ഒരാളാണ് ഖുസയ്യ് എന്ന പിതാമഹൻ. അബ്ദുള്ള പിതാവാണ്, പിന്നെ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസയ്യ്, ഇങ്ങനെ. അപ്പൊ ഖുസയ്യ് ഖുറൈശികളെ ഒരുമിച്ച് ചേർത്ത അവരുടെ വളരെ പ്രബലനായ ഒരു പിതാവായിട്ട് അറിയപ്പെടുന്നു. ഖുറൈശികളുടെ വേരന്വേഷിച്ചു പോകുമ്പോൾ എവിടെയാ ചെന്നെത്താം? സ്വാഭാവികമായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലായിരിക്കും ചെന്നെത്തുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ കുടുംബമായ ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയിലാണല്ലോ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അന്നവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഹിമ്യർ ഗോത്രം ഒക്കെ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങുന്നത്. അതിനാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അവരുടെ പരമ്പര ചെന്ന് ചേരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സൂറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്ന കാര്യം എന്താ? ഖുറൈശ് എന്ന ഈ പ്രബല ഗോത്രത്തെ അള്ളാഹു ഉണർത്തുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ. നിങ്ങളുടെ പരസ്പര ഇണക്കം, അതുപോലെ കച്ചവട യാത്ര ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ വികാസം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച സുഭിക്ഷതയും സുരക്ഷിതത്വവും, ഇതിനൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ ഭവനത്തിന്റെ നാഥനായ അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ അവന് നന്ദിബോധമുള്ളവരാകണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെ ഖുറൈശികളെ വളരെ ശക്തമായിട്ട് ആഹ്വാനം ചെയ്യുന്നത് എന്നും നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ സൂറ പ്രബോധനപരമായ ചില ചർച്ചകൾക്കും തുടക്കം കുറിക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധനം വ്യക്തി കേന്ദ്രീകൃതമാകാമോ, അതല്ലെങ്കിൽ ചില പ്രത്യേക ഗ്രൂപ്പുകളിലേക്ക് മാത്രം ചുരുക്കിയിട്ട് പ്രബോധന പ്രവർത്തനമാകാമോ, VIP-കളെ പ്രബോധന രംഗത്ത് പരിഗണിക്കാമോ, ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനുള്ള ഒരു മറുപടി ഈ സൂറ നൽകുന്നു, അല്ലെങ്കിൽ ഒരു പഠനം തീർച്ചയായും ഈ സൂറ മുൻനിർത്തിയിട്ട് നമുക്ക് നടത്താൻ കഴിയും.
പ്രബോധന പ്രവർത്തനം ഹിക്മത്തോടുകൂടി ആവണം, യുക്തിഭദ്രമായിരിക്കണം എന്നത് ഖുർആനിന്റെ ഒരു നിർദ്ദേശമാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികളെ, ചിലപ്പോൾ നേതൃരംഗത്തുള്ളവരെ, ജനസ്വാധീനമുള്ളവരെ ഒക്കെ സ്വാധീനിക്കേണ്ടി വരാം, അല്ലെങ്കിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ട സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുന്നുണ്ടല്ലോ, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. സൂറത്തുൻ നാസിഅത്ത് മൂസ അലൈഹിസ്സലാമിനോട്, താങ്കൾ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകൂ, അയാൾ അതിര് കവിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രബോധകനായിട്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ അങ്ങനെ വേണ്ടിയിരുന്നോ എന്ന് നമുക്ക് സംശയിക്കാം. അയാൾ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനാണ്, ഒരു സാമ്രാജ്യത്വവാദിയാണ്, ഏകാധിപതിയാണ്, അതോടൊപ്പം ഭരണാധികാരിയാണ്, ജനപിന്തുണയുള്ള ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദഅവത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും ആ നാട്ടുകാരൊന്നടങ്കം അത് ശ്രദ്ധിക്കാനിടയുണ്ട്. മൂസ അലൈഹിസ്സലാമും ഫിർഔനും തമ്മിൽ നടക്കുന്ന ആ ഉച്ചകോടി അല്ലെങ്കിൽ സംഭാഷണം ഈജിപ്തിലെ മുഴുവൻ മനുഷ്യരും അറിയുന്നുണ്ടായിരുന്നു, അവർക്കിടയിൽ ചർച്ചയാവുന്നുണ്ടായിരുന്നു. അപ്പൊ വലിയ മനുഷ്യർ തീർച്ചയായും സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും. അവർ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിലോ സമൂഹം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായ ദഅവത്ത് തീർച്ചയായും ഇസ്ലാം അനുവദിക്കുന്ന ഒന്നാണ്. ആവശ്യമാകുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേപോലെ ഇവിടെ ഖുറൈശ് എന്ന ഒരു ഗോത്രത്തെ, ഒരു ഗ്രൂപ്പിനെ പ്രത്യേകമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രബോധനമാണ് നടക്കാൻ പോകുന്നത്. എന്നാൽ അതേപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ പൊതുവെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രബോധന രീതിയും തീർച്ചയായും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ചർച്ചകൾ ഈ സൂറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയെ അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.